56 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ട് നമുക്ക് വായിക്കാം. സാംസ് ചാപ്റ്റർ 56. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു. അവർ ഇടവിടാതെ പൊരുതി എന്നെ ഞെരുക്കുന്നു. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഇടവിടാതെ അവർ എൻ്റെ വാക്കുകളെ കോട്ടിക്കളയിക്കുന്നു. അവരുടെ വിചാരങ്ങളൊക്കെയും എൻ്റെ നേരെ തിന്മയ്ക്കായിട്ടാകുന്നു. നീതികേടിനാൽ അവർ ഒഴിഞ്ഞു പോകുമോ? ദൈവമേ, നിന്റെ കോപത്താൽ ജാതികളെ തള്ളിയിടണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? അടുത്ത വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. ഞാൻ ദൈവത്തിൻ്റെ മുൻപാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചു. ഒരിക്കൽ കൂടെ നമുക്കൊന്ന് വാക്യം ചേർന്ന് വായിക്കാം. ഞാൻ ദൈവത്തിൻ്റെ മുൻപാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്ന് വിടുവിച്ചുവല്ലോ. അനുഗ്രഹിക്കപ്പെട്ടതായ സങ്കീർത്തനം നമ്മൾ ഓർത്തുകൊണ്ട് വലതുകരം ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് അപ്പൻ്റെ സന്നിധാനത്ത് വരുവാൻ സ്വർഗം ഞങ്ങൾക്കിടയാക്കി നല്ല കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവ്, ഇന്ന് പകൽക്കാലം ഞങ്ങളോട് സംസാരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യത്താൽ ദൈവം ഞങ്ങൾ നിറയ്ക്കണം. കർത്താവ്, ഈ ഒരു കൂട്ടായ്മ കഴിയുമ്പോൾ ഞങ്ങളുടെ ക്രിസ്തുവുമായിട്ടുള്ള സ്നേഹബന്ധം വർദ്ധിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. നിത്യതയെക്കുറിച്ചുള്ള ബോധ്യത ഞങ്ങളിൽ വെളിപ്പെടുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന യാചന കേട്ടവയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ സ്ഥാനം ഇരിക്കാം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് സന്നിഹിതരായിരിക്കുന്ന കർത്താവിൻ്റെ ഉൾപ്പെട്ട ശ്രേഷ്ഠദേവാസൻ കുടുംബം, മറ്റെല്ലാ ദൈവവിശ്വാസികൾ സൂമിലൂടെ ഒക്കെ വിവിധമായ രാജ്യങ്ങളിൽ നിന്നും, ഇന്ത്യയിൽ നിന്നും അയർലൻഡിൽ നിന്നൊക്കെയും ഹല്ലേലൂയ സ്തോത്രം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവജനങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നിശ്ചയമായി നമുക്കെല്ലാവരെയും ഓർത്ത് നമുക്ക് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. നമ്മളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും അതുപോലെ ഈ മീറ്റിങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് ഇന്ന് പകൽക്കാലം നാം വായിച്ച് കേൾക്കുവാനിടയായി തീർന്നത്. പ്രത്യേകിച്ച് ഈ ഒരു വേദഭാഗം, ഈ വചനം വായിച്ചപ്പോൾ തന്നെ ഈ ഓരോ വചനങ്ങളും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയതുപോലൊരു കടന്നുപോക്ക് നമ്മൾ അനുഭവിക്കുവാനിടയായിരുന്നു അല്ലേ. ആ വചനം നമ്മൾ ഓരോ വചനം വായിക്കുമ്പോഴും അങ്ങനെയായിരുന്നു. അതിൽ നമ്മൾ അതിനകത്തൊരു 2-3 സെക്ഷനായിട്ടാണ് ഈ സ്തോത്രം ദാവീദ് ദൈവത്തോട് നിലവിളിക്കുന്ന അനുഭവത്തെ നമുക്ക് വേർതിരിക്കുവാൻ കഴിയും. അതിൽ ഒന്നാമത്തെ സ്തോത്രം, അതിന് 56 സങ്കീർത്തനം 1 മുതൽ 13 വരെയുള്ള വേദഭാഗമാണല്ലോ. അതിൽ ഒന്നാമത്തെ സ്തോത്രം 1-ാമത്തെ വാക്യം മുതൽ ഏകദേശം സ്തോത്രം 8-ാമത്തെ വാക്യം വരെയും അവരുടെ ജീവിതത്തിൽ വന്നുപോയ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രതികൂലം, ഇന്ന് അനുഭവിക്കുന്ന വേദനകൾ, താൻ ആ കാലഘട്ടത്തിൽ അനുഭവിച്ച വേദനകളാണ്. എന്നാൽ തുടർന്നുള്ളതായ എല്ലാ ഭാഗങ്ങളും ദൈവത്തിൽ പ്രത്യാശ വച്ചിട്ടുള്ള ഈ ലോകപരമായിട്ടുള്ള നന്മകളും അതുപോലെ ആത്മീയപരമായിട്ടുള്ള നന്മകളും രണ്ട് കാഴ്ചപ്പാട് നിന്നുകൊണ്ടാണ് കർത്താവിൻ്റെ ദാസൻ പറയുവാനിടയായി തീർന്നത്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ പറയുവാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. എങ്കിൽ തന്നെയും സ്തോത്രം നമ്മൾ ചില വേദഭാഗങ്ങൾ മാത്രം വായിച്ച് ഇന്ന് പകൽക്കാൻ ഞാൻ സ്വസ്ഥാനം വഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രധാനപ്പെട്ട 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട് 56 സങ്കീർത്തനം 3-ാമത്തെ വാക്യം. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ഭാഗമാണ്. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഹല്ലേലൂയ. ഈ ഒരു വചനത്തെ പറ്റി നമ്മൾ ആഴമായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, പലപ്പോഴും ജീവിതത്തിൽ പല കഷ്ടതകൾ, വേദനകൾ, നിരാശകൾ വരുമ്പോൾ പലപ്പോഴും എന്ത് ചെയ്യാണ്, സാത്താനെ നമ്മൾ പലപ്പോൾ എന്ത് ചെയ്യും, ബ്ലെയിം ചെയ്യാറുണ്ട്. അതായത്
സാത്താനാണ് ഈ കഷ്ടം കൊണ്ടുവന്നത്, സാത്താനാണ് ഇങ്ങനെയൊക്കെ. സത്യത്തിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവത്തോട് അടുക്കുന്നത് എപ്പോഴാണ്? കഷ്ടത വരുമ്പോഴാണ്, നിരാശ വരുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ചിന്തിച്ചു നോക്കിയേ, പിശാച് അത്രയ്ക്ക് മണ്ടനായൊരു മനുഷ്യനാണോ? സ്തോത്രം. അപ്പോൾ ഓർക്കണം, നമ്മുടെ എല്ലാ കഷ്ടതകളും പിശാചിൽ അധിഷ്ഠിതമല്ല. നമ്മൾ കഷ്ടതകൾ ജീവിതത്തിനകത്ത് വരുമ്പോൾ ദൈവത്തോടുകൂടെ ഒന്നുകൂടെ അടുക്കുവാനുള്ള ചില സാഹചര്യങ്ങൾ കർത്താവ് നമുക്ക് ഒരുക്കി തരാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ചില സമയങ്ങളിലൊക്കെ നമ്മളേക്ക് എന്ത് ചെയ്യും? ഒറ്റപ്പെടുത്തും. വിചാരിക്കാത്ത ഒറ്റപ്പെടുത്തുകൾ വരും, വിചാരിക്കാത്ത പ്രയാസങ്ങൾ വരും, വിചാരിക്കാത്ത കണ്ണുനീര് വരും, ഉറങ്ങുവാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള വേദന കൊണ്ട് കടന്നു പോകേണ്ടി വരും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, യോബ് പറയുന്നു, എന്താണ് പറയുന്നത്? ഞാന് ഹല്ലേലൂയ സ്തോത്രം ഒരു സ്വർണത്തെ പോലെ ഹല്ലേലൂയ തീയിൽ കൂടെ കടത്തിവിട്ട ശേഷം അത് പൊന്നായി വന്ന് പുറത്തു വരുന്നത് പോലെ, കരടെല്ലാം നീക്കി പുറത്തു വരുന്നത് പോലെ ചില കഷ്ടത വേളകളിലാണ് നാം ദൈവത്തോട് നിലവിളിക്കുകയും ദൈവത്തോട് അടുക്കുകയും ചെയ്യുവാനിടയായി തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ കഷ്ടതയെപ്പറ്റി ഒരുപാട് ഭാഗങ്ങൾ ഈ നാളുകളിൽ ലേഖനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ തന്നെയും ഞാൻ ഒരു കാര്യം കഷ്ടതയെപ്പറ്റി പറയും. രണ്ട് മൂന്ന് ടൈപ്പുകളുണ്ട് കഷ്ടതകൾ. ഒന്ന്, നാം തന്നെ സ്വയമായിട്ട് വിളിച്ചു വരുത്തുന്ന കഷ്ടതകൾ. ദൈവഹിതമല്ലാതെ ഓടി ദൈവം എന്ത് ചെയ്യുന്നു? നമുക്കെതിരായി ഹല്ലേലൂയ സ്തോത്രം ഒരു ബാലശിക്ഷ പോലെ നടത്തുന്ന കഷ്ടതകൾ. രണ്ട്, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം വരുന്ന കഷ്ടതകൾ. മൂന്ന്, പൈശാചികന്റെ ചില തന്ത്രങ്ങളിടുന്ന കഷ്ടത. ഇതൊക്കെ നാം എന്ത് ചെയ്യണം? തിരിച്ചറിയണം. ജീവിതത്തിനകത്ത് ചില പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടതകൾ, കണ്ണുനീരുകൾ വരുമ്പോൾ ഞാൻ പറയുന്നു, പലപ്പോഴും അപ്പോഴൊക്കെ നാം പലപ്പോഴും ദൈവത്തോട് നിലവിളിക്കും, കർത്താവേ എന്നെ നീ കൈവിട്ടോ, എന്നെ നീ കാണാതിരുന്നോ ചോദിക്കുമ്പോൾ ദാവീദ് ഇവിടെ പറയുന്നൊരു ഭാഗമുണ്ട്, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും എന്ന് പറഞ്ഞാൽ, മനുഷ്യന്റെ ജീവിതത്തിൽ ഭയമുളവാകുമ്പോൾ നമുക്ക് ആരിൽ ആശ്രയിക്കാനിടയായി തീരും? ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്. പലപ്പോഴും ദൈവം നമുക്ക് നൽകുന്ന നന്മകളിലും ദൈവം നമുക്ക് നൽകുന്ന ശ്രേഷ്ഠകരമായ അനുഭവങ്ങളിലും, നമ്മുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസമായിക്കൊള്ളട്ടെ, സാമ്പത്തികമായിക്കൊള്ളട്ടെ, നന്മകളായിക്കൊള്ളട്ടെ, കുടുംബജീവിതമായിക്കൊള്ളട്ടെ, എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ദൈവം നമുക്ക് നൽകുന്ന പല നന്മകളുടെ അല്ലെങ്കിൽ ആ സ്തോത്രം അതിൽ തന്നെ അധിഷ്ഠിതമായ ജീവിതം പോകുമ്പോൾ ദൈവത്തിന് താങ്കളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ നിശ്ചയമായി ഒരു കഷ്ടതയിലൂടെ ബാലശിക്ഷ നടത്തി കർത്താവ് തിരിച്ചു കൊണ്ടുവരുവാനിടയായി തീരും. ഇന്ന് പകൽക്കാലം ഓർക്കണം, ചില കഷ്ടതകൾ ജീവിതത്തിനകത്ത് വരുമ്പോൾ, നിരാശകൾ കടന്നു പോകുമ്പോൾ ദാവീദിനോടൊപ്പം നമുക്കത് പറയുവാൻ കഴിയുമ്പോൾ, കർത്താവേ ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കുവാൻ ഒരു ഭാഗ്യം നൽകണേ എന്നുള്ളതായ മഹത്വകരമായ അനുഭവമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും. ഇസ്രായേൽ ജനം കഷ്ടത വന്നപ്പോൾ അവർ പിറുപിറുത്തു. അതുകൊണ്ട് എന്ത് ചെയ്തു? വാഗ്ദത്ത ദേശം അവർ അനുഭവിക്കാൻ കഴിഞ്ഞില്ല. ദൈവത്തിന്റെ നന്മകൾ പലതും അനുഭവിച്ചു, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അനുഭവിച്ചു, ദൈവത്തിന്റെ പ്രവചനങ്ങൾ അവർ അനുഭവിച്ചു, ദൂതുകൾ അവർ അനുഭവിച്ചു. പക്ഷേ യഥാർത്ഥത്തിലുള്ള വാഗ്ദത്തെ കാണുവാൻ കഴിയാതെ പോയതിന്റെ കാരണം, കനാൻ ദേശത്തിലേക്ക് കാലുപോലും എടുത്തു വയ്ക്കുവാൻ ഇസ്രായേൽ ജനത്തിന് കഴിയാതെ പോയതിന് കാരണം എന്നറിയാമോ? കഷ്ടത വേളയിൽ ദൈവത്തോട് പിറുപിറുത്തു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ, ഈ ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും ചിന്തിക്കുക, നാം നിൽക്കുന്ന സ്ഥലം, നാം നിൽക്കുന്ന സന്നിധി, ഇന്ന് ജീവിതത്തിൽ നമുക്ക് പറയുവാനൊന്നും പ്രശംസിക്കുവാനൊന്നുമില്ല. നമ്മുടെ കഴിവ് കൊണ്ടോ, നമ്മുടെ ബലം കൊണ്ടോ, നമ്മുടെ മാതാപിതാക്കളുടേതായ ഹല്ലേലൂയ ഒത്തിരി സാമ്പത്തിക നന്മയൊന്നുമല്ല നമ്മെ വിവിധ സ്ഥാനങ്ങളിൽ എത്തിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ പദ്ധതിയാലാണ് നമ്മെ കൃപയോടെ നമ്മെ ചേർക്കുവാനിടയായി തീർന്നിരിക്കുന്നത്. പക്ഷേ അവിടെ നാം നന്മയുടെ ബാക്കിലേക്ക് പോകുവാൻ പാടില്ല. നമ്മൾ പത്രോസിനെ പറ്റി നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ഒരു അനുഗ്രഹിക്കപ്പെട്ടൊരു ഭാഗം, ഒരു ദൈവദാസൻ പറഞ്ഞ ഒരു ഭാഗമാണ്. ഹല്ലേലൂയ. എന്നെ വളരെ സ്പർശിക്കുവാനിടയായിരുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ പത്രോസ്, സ്തോത്രമല്ല, പത്രോസും കൂട്ടരും എല്ലാവരും എന്ത് ചെയ്യാണ്? വല കഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? പൂർണ്ണമായി നശിച്ചു പോയി. പക്ഷേ അത് കഴിഞ്ഞ് യേശു കർത്താവ് പറഞ്ഞതുപോലെ ചെയ്ത് എന്ത് ചെയ്തു? പെരുത്ത കൂട്ടം വരുവാനിടയെത്തുന്നു. പക്ഷേ ഈ ഒരു അല്ലെങ്കിൽ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ഒരു പ്രത്യേകതയുണ്ട്.
ഒത്തിരി മീനുകൾ വരുമ്പോൾ അവരുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ട ഭാവി, കുഞ്ഞുങ്ങളുടെ നല്ല വിദ്യാഭ്യാസം, നല്ലൊരു വീട്, ഇതൊക്കെ വളരെ വലിയ പ്രതീക്ഷകൾ അവിടെയുള്ള കൂട്ടുകാരെ കണ്ടുകൊണ്ട് ഈ മീൻ അല്ലെങ്കിൽ ഈ മത്സ്യത്തിൻ്റെ പുറത്തേക്ക് വീഴുന്ന ഒരു സാഹചര്യം അവർക്കുണ്ട്. അതവരുടെ വിഭാഗത്തിൻ്റെ പ്രത്യേകതയാണ്. പക്ഷേ എല്ലാ പേരും ആ മത്സ്യത്തിൻ്റെയും വലയുടെയും പുറത്ത് കിടക്കുമ്പോൾ ഇവിടെ പത്രോസ് എവിടെയാണ് കിടക്കണമെന്ന് അറിയാമോ? അതൊക്കെ വിട്ടുമാറിയിട്ട് യേശുവിൻ്റെ കാൽ കീഴിൽ വരുന്നൊരു പത്രോസിനെ കാണുവാൻ സാധിക്കും. ഇതാ കർത്താവ് കണ്ട ക്വാളിറ്റീസ് ഒന്ന് പത്രോസിൻ്റെ. ഹല്ലേലൂയ. ദൈവം ചെയ്തതായ നന്മയുടെ ബാക്കിലേക്ക് പോകാതെ ദൈവം ആരാണോ അവർക്ക് വേണ്ടി നന്മയുടെ ഉറവിടമായി വെളിപ്പെടുത്തിയത്, അവരുടെ ആ കർത്താവിൻ്റെ കാൽ കീഴ് വീണൊരു പത്രോസിനെ കാണുവാൻ സാധിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ നന്മകളും, ചിലർ പറയുന്നു എൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ. ഞാൻ പറയട്ടെ, ഇന്ന് ഒരു നേരം ആഹാരം കഴിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ് നമുക്ക് കലുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ, ഒന്ന് സംസാരിക്കുവാൻ, ഒന്ന് ചിരിക്കുവാൻ, ഹല്ലേലൂയ, നല്ല വസ്ത്രങ്ങൾ ധരിക്കുവാൻ. എത്രയോ വ്യക്തികളെന്നറിയാമോ, ഒത്തിരി വസ്ത്രങ്ങൾ അലമാരയ്ക്കകത്ത് അട്ടിക്കണക്കിന് വെച്ച് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ അല്ലെങ്കിൽ ചെലവാക്കിയതായ ഒത്തിരി ഹല്ലേലൂയ വസ്ത്രങ്ങൾ അലമാരയ്ക്കകത്തുണ്ടെങ്കിൽ തന്നെയും ഒരു ബെഡ്ഷീറ്റ് മാത്രം ഉപയോഗിക്കുന്ന എത്രയോ സഹോദര സഹോദരിമാർ ഹോസ്പിറ്റലൊക്കെ അഭയം പ്രാപിച്ചിരിക്കുമ്പോൾ നാം ഓർക്കണം, നല്ല അല്ലെങ്കിൽ വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴും ദൈവത്തോട് പറയണപ്പാ, അപ്പൻ്റെ കൃപയൊന്നു മാത്രമാണ് ഇന്ന് പകൽക്കാലം, ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രം മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുവാൻ നാം തയ്യാറായിരിക്കണം. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കുവാൻ, ചിരിക്കുവാൻ, സന്തോഷത്തോടെ സ്കൂളുകളിൽ പോകുവാൻ, കോളേജിൽ പോകുവാൻ, ജോലിക്ക് പോകുവാൻ, വിവിധമായ കാര്യങ്ങൾ ചെയ്യുവാൻ, ഇതൊക്കെ ദൈവത്തിൻ്റെ ഹല്ലേലൂയ ആ നന്മയായിരിക്കുമ്പോൾ തന്നെ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ പിറുപിറുക്കുന്ന അനുഭവമാണെങ്കിൽ ഇവിടെ പറയുന്നു, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കുന്ന ഒരു ദാവീദിനെ പോലെ കർത്താവിൽ ആശ്രയിക്കാൻ നാം തയ്യാറായിരിക്കണം. ചിലരുടെ കഷ്ടതകൾ നിമിഷ നേരം ആയിരിക്കാം, ചിലരുടെ കഷ്ടതകൾ ചില ദിവസങ്ങൾ വരും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന് വ്യക്തമായി പറയുന്നു, ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, സമയം തെറ്റുകയുമില്ല, അത് വരും നിശ്ചയമെന്ന് പറഞ്ഞ വാഗ്ദത്തം ചെയ്ത വിശ്വസ്തനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഏതൊക്കെ വാഗ്ദത്തങ്ങൾ ചെയ്തിട്ടുണ്ടോ നിശ്ചയമായി നിറപടിയായി ചെയ്തു തരുവാൻ കഴിവുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ സ്തോത്രം, ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളൊക്കെ വന്നപ്പോൾ തന്നെയും ഹല്ലേലൂയ ദാവീദിന് പറയാനുള്ള 11-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. ഇവിടെ ഓർക്കണം, ദാവീദിന്റെ ജീവിതത്തിൽ ഭയപ്പെടുന്ന പല അനുഭവങ്ങൾ കടന്നു വന്നു. ഒരു രാജാവാണെന്ന് ഓർത്തോണം. രാജാവായി ദൈവത്താൽ അഭിഷേകം ചെയ്തപ്പെട്ട ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാ പറയുന്നേ, എന്നെ ഭയപ്പെടുത്തുന്ന അനുഭവത്തിലൂടെ നിൽക്കുമ്പോൾ എൻ്റെ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുവാനിടയായി. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് ജീവിതത്തിൽ ഭയപ്പെടുന്ന പല നിമിഷങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കാം. ഭയം ഭയം ഭയം, ഏതെടുത്താലും ഭയം. ഒരു വിഷയം കടന്നും അങ്ങോട്ടൊന്നു കയറി രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോൾ അടുത്തൊരു ഭയപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന സകല നിമിഷത്തിലും നിന്നെ ഭയപ്പെടുത്തുന്ന പല അനുഭവങ്ങൾ കിടന്നാൽ 91-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, നിന്റെ വലത്തുവശത്ത് അല്ലെങ്കിൽ നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേര് വീണാലും അത് നിന്നോട് അടുക്കയില്ല. ഹല്ലേലൂയ. ആ വാഗ്ദത്തം ചെയ്ത ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാൻ ദാവീദ് തയ്യാറായിട്ട് പറയുകയാണ്, ഞാൻ നിന്നിൽ ആശ്രയിക്കുവാനിടയായി. ഇന്ന് പകൽക്കാലം ഒരു കാര്യം കൂടെ ഹല്ലേലൂയ 13-ാമത്തെ വാക്യം കൂടെ വായിച്ച് നമുക്ക് ഇന്ന് പകൽക്കാലം, ഞാൻ ദൈവത്തിൻ്റെ മുൻപാകെ ജീവന്റെ പ്രകാശം നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. എന്തിനാണെന്നറിയാമോ? ജീവിതത്തിൽ പല കഷ്ടതയ്ക്കകത്തും വിടുവിച്ച്, പല വേദനകൾക്കകത്ത് വിടുവിച്ച്, പലവിധമാകുന്ന കൊറോണ വൈറസുകളും പലവിധമാകുന്ന രോഗങ്ങളുടെ അറ്റാക്കുകൾ ജീവിതത്തിൽ കടത്തിവിട്ട് പലപ്പോഴും നമ്മെ തകർക്കുവാൻ ആഗ്രഹിച്ച മണ്ഡലങ്ങളിൽ നിന്നും ദൈവം അത്ഭുതകരമായി നമ്മെ ഇത്രത്തോളം നടത്തിയെന്ന്
കാരണം ദൈവത്തിൻ്റെ അത്ഭുത പ്രകാശത്തിൽ ജീവിക്കുവാനും ദൈവസന്നിധിയിൽ പൂർണ്ണമായി ഇടറി വീഴാതെ ദൈവസന്നിധിയിൽ നിൽക്കുവാനാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഓർക്കണം, കർത്താവ് എനിക്ക് തന്ന എല്ലാ നന്മകൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തി ഓരോ നിമിഷവും ദൈവത്തോട് നന്ദിയോടെ ആയിരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പറയുവാൻ കഴിയും, അപ്പാ എൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർക്കണം, ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെക്കാളും സമൃദ്ധിയുള്ളവർ, നമ്മേക്കാളും സാമ്പത്തികമുള്ളവർ, നമ്മേക്കാൾ ഉന്നതമാരായ പല വ്യക്തികൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ആ മാതാപിതാക്കൾ തന്നെ മരണത്തിനു വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. നമ്മേക്കാളും ശ്രേഷ്ഠരായ പലരും ജോലി ചെയ്യുവാൻ കഴിയാതെ, അല്ലെങ്കിൽ എത്രയോ വർഷങ്ങളായി ഹോസ്പിറ്റൽ അഭയം പ്രാപിച്ച എത്രയോ വ്യക്തികളുണ്ട്. അവരെക്കാളും നാം വിശുദ്ധന്മാരോ ശ്രേഷ്ഠന്മാരോ ആയതുകൊണ്ടല്ല, കർത്താവിൻ്റെ ദയ നമ്മോട് കൂടെ ഉണ്ടായിരുന്നു ഇന്നും നമ്മെ ജീവനോട് നിർത്തിയിരിക്കുമ്പോൾ ദൈവത്തിന് നിന്നെക്കുറിച്ച് ചിലത് ചെയ്തെടുക്കുവാനുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓരോ നിമിഷവും നാം ദൈവത്തിന് മുമ്പോട്ട് പോകുവാൻ. അഹങ്കരിക്കുവാൻ ഒരുപാട് സാധ്യതകൾ കടന്നു വരാം. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് നോക്കിയാൽ, ഞാൻ വിദ്യാസമ്പന്നനായിരിക്കാം, നല്ല അപ്പനും അമ്മയും ജനിക്കപ്പെട്ടവരായിരിക്കാം, നമ്മുടെ സാമ്പത്തികം ഉന്നതിയിലായിരിക്കാം, നമ്മൾ മറ്റുള്ളവരെ നോക്കി പല നന്മകൾ നാം പലപ്പോഴും നമ്മുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഒരൊറ്റ നിമിഷം മതി ഇതെല്ലാം തകിടം മറിയുവാൻ. അങ്ങനെ നാം ഭയപ്പെട്ടു വേണം ദൈവസന്നിധിയിൽ ഓരോ നിമിഷവും മുൻപോട്ട് പോകാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ആ ദാവീദിനോടൊപ്പം പറയാൻ കഴിയുമോ, കർത്താവേ, ഞാൻ ഭയപ്പെടുന്ന നാളിൽ യഹോവയിൽ ആശ്രയിക്കുവാനിടയായിത്തീരും. ജീവിതത്തെ ഭയപ്പെടുത്തുന്ന നിമിഷങ്ങളിൽ കർത്താവിനോടൊപ്പം ചേർന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനിടയായിത്തീരട്ടെ. തുടർന്നുള്ള ആയ സമയങ്ങളിൽ ഹല്ലേലൂയ, സ്തോത്രം. സാക്ഷ്യത്തിൻ്റെ സമയമാണ്. ദയവായി കുഞ്ഞുങ്ങൾ കടന്നു വന്ന് സാക്ഷി പറയാം. അതിനുശേഷം മുതിർന്നവർ സാക്ഷി പറയും. കർത്താവ് സഹായിക്കട്ടെ. ദാവീദെ പോലെന്നും നൃത്തം ഞാൻ ചെയ്തിടും. ഹല്ലേലൂയാ മഹത്വം. കൈത്താളത്താലെന്നും വർണ്ണിച്ചിടും ഞാൻ. ഹല്ലേലൂയ.